ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ. അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ആയിട്ട് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. കാരണം എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഭയങ്കര ജലദോഷം ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോസൊന്നും പുതിയതിടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കണ്ട പോലെ ആദ്യം ചട്ടിയിൽ നമ്മൾ കടുക്, ഉലുവ അതൊക്കെ ഇട്ട് കരുവേപ്പില, ഉള്ളിയൊക്കെ, ചെറിയ ഉള്ളിയൊക്കെ ഇടുന്നു. ഇതുപോലെ അങ്ങോട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം ഓൾറെഡി കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇന്നത്തെ കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻ കൂട്ടാനാണ്. നമ്മൾ പാലക്കാടുള്ള ആൾക്കാർ മാന്തളെന്ന് പറയും, അല്ലെങ്കിൽ നങ്കിമീൻ എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ കുറേ പേർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ന്യൂസിലൻഡിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള അവർക്ക്, സിദ്ധുവിന് പോലും അത് എന്ത് മീനാണെന്ന് അറിയില്ല. മീൻസ് വീട്ടിലറിയുമായിരിക്കും, പക്ഷെ നമ്മൾ പറയുന്ന പേരിലല്ലല്ലോ അവിടെ പറയുന്നത്. അപ്പം ഇതെൻ്റെ ഫേവറേറ്റ് മീനാണ്. ഇത് ഉണക്ക മാന്തളാണെങ്കിലും പച്ച മാന്തളാണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആണ്. ഭയങ്കര വില കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനുകൾ വേണമെന്നൊന്നുമില്ല. ഇന്നത്തെ ഒരു കറിയുണ്ട്, അല്ലെങ്കിൽ ഇത് വറുത്താലോ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഈ മാന്തൽ കൊണ്ട് പല കറി ഉണ്ടാക്കാം. അമ്മൂമ്മ മാന്തൽ വറ്റിച്ച പോലെ ഉണ്ടാക്കാറുണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്. മുത്തശ്ശിന് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ്. ഫുൾ എന്ത് മുളക്, ചീനി മുളകൊക്കെ ഇട്ടിട്ട്. എന്നാൽ അതിനെ വേറൊരു രൂപത്തിലുണ്ടാക്കും, നല്ല തേങ്ങയൊക്കെ ഇട്ട്. അങ്ങനത്തെ ഇപ്പോൾ അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് വിളിക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ സായുജിക്ക് പോകുമ്പോൾ സൂന് നേരത്തെ ലിസ്റ്റ് കൊടുക്കും, ഇന്നതൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സൂ ഇങ്ങനെ വിളിച്ച് ചോദിക്കും ഫസ്റ്റ് എന്ത് വേണം. അപ്പോൾ ഇത്തവണ പോയപ്പോൾ മീൻ വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളായിരുന്നല്ലോ നാട്ടിൽ. അതുകൊണ്ട് മുത്തശ്ശൻ താല്പര്യപ്പെട്ടില്ല. പക്ഷേ സൂ ഓൾറെഡി വാങ്ങി വെച്ചു ഞാൻ പോകുമ്പോഴേക്കും. അപ്പോൾ ഇതിൽ ആകെ ഉള്ളത് അമ്മ വിചാരിച്ചത് മീൻ വറക്കാനാന്ന് വിചാരിച്ചിട്ട് അമ്മ മുളക് ഇട്ട് വെച്ചു. ശരിക്കും മുളക് പൊടി ഈ കറിയിൽ ഇടുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഓൾറെഡി മീനിൽ മുളക് തേച്ച് വെച്ചുകൊണ്ട് അത് നമ്മൾ അങ്ങനെ എക്സ്ട്രാ മുളക് പൊടി ആഡ് ചെയ്തില്ല. ബാക്കിയെല്ലാം ഈ കാണുന്ന പോലെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. മണം കേട്ടാൽ തന്നെ എനിക്ക് ചോറുണ്ടാൻ പറ്റും, അത്ര ടേസ്റ്റാണ്. ഇതുണ്ട് മണം കേൾക്കുകയല്ല, മണം മണക്കുക. അപ്പോൾ അതാണ്. അപ്പം ഞാൻ നിങ്ങളായിട്ടിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എനിക്ക് ഉണക്കേ കിട്ടുള്ളൂ, പച്ചമാന്തൽ ഇവിടെ കിട്ടില്ല. അപ്പം പിന്നെ ഇപ്പോൾ കഴിക്കുന്ന നാട്ടിൽ വരുമ്പോഴാണ് ഇത് കഴിക്കാൻ പറ്റുന്നത്. അപ്പം അത്രയും അങ്ങോട്ട് ആസ്വദിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ. ഇത് കുറേ പേര് ഉണ്ടാക്കുന്ന കറി ആയിരിക്കാം, പക്ഷേ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഭയങ്കര രസമുള്ള സാധനമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അച്ചമ്മ മുതൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമിലേക്ക് കിടന്നു. സൂ ഇങ്ങനെ കുറേ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കും. മാങ്ങ സീസൺ ആണെങ്കിൽ മാങ്ങയും കൊണ്ട് ഫുൾ ഐസ്ക്രീം ആയിരിക്കും. ഇത് മാംഗോ ഐസ്ക്രീമിൻ്റെ പെട്ടിയാ? പിന്നെന്താ മഞ്ഞപ്പെട്ടി? അപ്പോൾ ഞാൻ എപ്പോഴും യൂസ്ഡാണ് സൂൻ്റെ ഐസ്ക്രീം. അപ്പോൾ ഇത്തവണ വന്നപ്പം ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച്. പിന്നെ അവിടെ എൻ്റെ കുറച്ച് 2 പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഞാൻ ഇതിൻ്റെ മേലെ പെയിൻറ്റിങ് ചെയ്തതാണ്. അത് തുറക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ തുറക്കാൻ പറ്റിയില്ല. എന്തായാലും ഉള്ളിലൊന്നും ഇല്ലല്ലോ, പുറത്ത് തന്നെ ഉള്ളൂ. പിന്നെ ഒരു പ്ലേറ്റിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ അവിടെ ഇരുന്നപ്പോൾ അത് എടുക്കണം എന്ന് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യൂ ഈ കറി. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.